ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ നേരെ അടുക്കളയിലേക്കായിരിക്കും പോകാതെ എനിക്ക് ഉറപ്പാണ്. ഇത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വളരെ കുറഞ്ഞ ചേരുവയിൽ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ടാണ്. 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ അല്ലെങ്കിൽ ചോളത്തിൻ്റെ പൊടിയാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. 1/2 കപ്പ് കോൺഫ്ലോറിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം അരഭാഗത്തോളം ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഈസി ആയിട്ട് മിക്സായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ശർക്കര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. ശർക്കരയൊക്കെ ഉരുകി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി, നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ കോൺഫ്ലോർ ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ശർക്കര പാനി ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴായിരുന്നു ഞാൻ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ശർക്കര പാനി ഇപ്പം നോക്കൂ, നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു 2 അടുപ്പും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ശർക്കര പാനിയാക്കി മാറ്റി വെച്ചതിന് ശേഷം കുക്കിംഗ് തുടങ്ങിയാൽ മതി. ഇപ്പോൾ നോക്കൂ, ശർക്കര പാനി നന്നായിട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാനതൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സും നോക്കൂ കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചോളൂ. ആ ഒരു നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങുമ്പോഴേക്കും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അരിച്ച് ചേർത്ത് കൊടുത്തോളൂ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം മധുരം കാണും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. ഇതിനി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ. ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കണം. ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കട്ടിയായി വന്നതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു പാകത്തിനായി കിട്ടിക്കോളും. ഞാൻ ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് രുചി നല്ല പോലെ തന്നെ കൂടി കിട്ടുന്നത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു നെയ്യ് ചേർത്തതിന് ശേഷമാണ് നമ്മളുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, ബദാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വെളുത്ത എള്ളും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് തടവി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ അടിയിലേക്കായിട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നെയ്യ് തടവിയിരിക്കുന്ന സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തോളൂ. ഇതുപോലെ നന്നായി ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറമേ തന്നെ വെച്ചാൽ മതിയാകും. ഏകദേശം അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ ആറി സെറ്റായിട്ട് വന്നോളും. ഇപ്പോൾ നോക്കിയത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നെയ്യൊക്കെ തടവി എടുത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്രയൊന്നും സമയം ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് ഉണ്ടാകുക.
എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴായാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പെർഫെക്റ്റ് ആണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹൽവേനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ രുചിയും അതുപോലെ തന്നെ ഗുണവും നല്ലപോലെ തന്നെ കൂടും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.